ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയൊരു ജെൻസി പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെ നടക്കുകയാണ്. ജെൻസി എന്നാണ് പേരെങ്കിലും ജെൻ മിലേനിയയും ബാക്കി ബേബി ബൂമേഴ്സും എല്ലാം സമരത്തിൽ എത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും ആയിട്ടൊക്കെ തുടങ്ങിയൊരു സമരം പിന്നീട് കടുത്ത രാഷ്ട്രവിരുദ്ധ, രാജ്യവിരുദ്ധ, BJP ഹിന്ദു വിരുദ്ധ ഒരു സമരമായി അങ്ങനെ പതിയെ പതിയെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമരത്തിൻ്റെ പല ഘട്ടങ്ങളിലും ബ്രാഹ്മൺവാദ് കെ ആസാദി, ഹിന്ദുത്വവാദ് കെ ആസാദി, മനുവാദ് കെ ആസാദി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതൊക്കെ നീറ്റ് പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അവർക്ക് നീറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതി ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച മൂലം ബുദ്ധിമുട്ടിലായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത്? തുടക്കത്തിൽ ശരിയാണ്, തുടക്കത്തിൽ പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് അവിടെ എന്താണ് നടക്കുന്നത്? പോലീസ് അടിക്കുന്നതും അല്ലെങ്കിൽ ഡൽഹി പോലീസ് ചവിട്ടുന്നതും ആയിട്ടുള്ള വിഷ്വൽസ് കേരള മീഡിയാസ് വഴി വരുന്നുണ്ട്. അത് കണ്ട് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള പ്രബുദ്ധരായ ജനങ്ങൾ ഡൽഹി പോലീസിന്റെ കിരാത നടപടി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ദേശീയ മാധ്യമങ്ങൾ എന്നാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ന്യൂട്രലായിട്ട് വീഡിയോസ് പകർത്തി അയക്കുന്ന ആൾക്കാരും കൃത്യമായി കാണിക്കുന്നുണ്ട് പോലീസുകാരെ ആക്രമിക്കുന്നതും കല്ല് വലിച്ചെറിയുന്നതും ചെടിച്ചട്ടികൾ കൊണ്ട് ആക്രമിക്കുന്നതും ചെടിച്ചട്ടി കൊണ്ട് ദേഹത്ത് അടിച്ചാക്രമിക്കുന്നതും പോലീസ് വാനിന്റെയും ജീപ്പിന്റെയൊക്കെ ചില്ലുകൾ തകർക്കുകയും കത്തിക്കാൻ വരെ ശ്രമിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇതാണോ സമാധാനപരമായ പ്രതിഷേധം? ഇതിനെതിരെ കേരളത്തിലെ കുറെ സോക്കോൾഡ് കലാരംഗത്തുള്ള, സാംസ്കാരിക രംഗത്തുള്ള കുറച്ച് പ്രമുഖർ, ടൊവിനോ തോമസ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ 2 ഭടന്മാർ യുദ്ധമുഖത്തെത്തിയിട്ടുണ്ട്. ഒന്ന് വിസ്മയ മോഹൻലാൽ, മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തര ഹാഷിർ, പിന്നെ ഒരു സിനിമ മാത്രം ചെയ്ത് ഫേമസ് ആയ അപ്പാനി ശരത്. അങ്ങനെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ടൊവിനോ തോമസിന്റെ കാര്യമൊക്കെ വളരെ കോമഡിയാണ്. കാരണം കേരളത്തിൽ PSC ക്രമക്കേടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും ഒക്കെ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ നടത്തുകയും പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ആ സമരത്തെ അടിച്ചൊതുക്കിയതുമൊക്കെ കണ്ടിട്ടും അതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ ഇടാത്തൊരാളാണ് ടൊവിനോ തോമസ്. അപ്പോൾ അയാളുടെയൊക്കെ വാക്കിന് എത്രത്തോളം അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് ഇതിലൂടെ നമുക്ക് തെളിയുന്നതാണ്. പിന്നെ വിസ്മയ മോഹൻലാൽ ജെൻസി ആണോ എന്ന കാര്യം എനിക്ക് അറിയില്ല, പ്രായം എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല. എങ്കിലും ഈ ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ സെലക്റ്റീവ് പ്രതികരണ നിരയിലേക്ക് അങ്ങനെ ഒടുവിൽ വിസ്മയ മോഹൻലാൽ എന്ന പുതുമുഖം കടന്നെത്തി.